നമസ്കാരം. നാടിന് നടുക്കിയ കൊലപാതകത്തിൽ പുതിയ വഴിത്തിരിവ്. പുലർച്ചെ 4 മണിക്കെത്തിയ കാമുകന് വാതിൽ തുറന്നു കൊടുത്തത് നീതു. വാതിൽക്കൽ മുത്തശ്ശിയെ കണ്ട് മുറിയിലേക്ക് തിരിച്ചു വന്ന നിതീഷ് നീതുവിന്റെ മൊബൈലിൽ തലേന്ന് നടത്തിയ ചാറ്റിംഗ് കണ്ടെത്തി. യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ചു കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുലർച്ചെ 4 മണിക്ക് നീതു വാതിൽ തുറന്നു കൊടുത്തത് നിതീഷിന്റെ രൂപത്തിൽ വന്ന മരണത്തിനായിരുന്നു. നീതുവിന് മറ്റൊരു ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് പതിവായി കമിതാക്കൾ വഴക്കടിച്ചിരുന്നതായും ഒടുവിൽ തിരിച്ചു പോകുന്നതിന് തൊട്ടുമുമ്പ് നീതുവിന്റെ ഫോണിൽ കണ്ടെത്തിയ ചാറ്റിംഗ് ആണ് പ്രതിയെ കൃത്യം ചെയ്യാൻ തരത്തിൽ ക്ഷുഭിതനാക്കിയതെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നീതുവിന്റെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ തലേന്നത്തെ ചാറ്റ് കണ്ടതോടെ പ്രതിയുടെ ഭാവം മാറുകയായിരുന്നു. പോകാനിറങ്ങിയ പ്രതി കുളിമുറിയിൽ നിന്നും തിരിച്ചെത്തിയ നീതുവിനെ ബോധം കെടും വരെ കുത്തി. അതിനുശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. നീതുവിനെ കൊല ചെയ്ത ശേഷം വിഷം കഴിച്ച് മരിക്കാനായിരുന്നു നിതീഷിന്റെ പദ്ധതിയെങ്കിലും ബഹളം കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. കൊല്ലാൻ പദ്ധതിയിട്ട കത്തിയും പെട്രോളും വിഷവുമായിട്ടാണ് നിതീഷ് നീതുവിന്റെ വീട്ടിലെത്തിയത്. 3 വർഷമായി പ്രണയത്തിലായിരുന്ന നീതുവിന് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയം അടുത്ത കാലത്തായി നിതീഷിനുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഇരുവരും കലഹിക്കുന്നതും പതിവായിരുന്നു. ഇക്കാര്യത്തിൽ തുറന്നു സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തലേന്ന് രാത്രി 8 മണിക്ക് വീട്ടിലെത്താനായിരുന്നു നീതു നിതീഷിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഉറങ്ങിപ്പോയ നിതീഷ് നീതുവിന്റെ വീട്ടിലെത്തിയത് പുലർച്ചെ 4 മണിയോടെ. മറ്റൊരാളുമായി ബന്ധമുണ്ടെങ്കിൽ കൊല്ലുക എന്നുറപ്പിച്ചായിരുന്നു നീതുവിന്റെ വീട്ടിൽ നിതീഷ് എത്തിയത്. അക്കാര്യം നീതു സമ്മതിക്കുകയാണെങ്കിൽ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ച് മരിക്കാനായിരുന്നു തീരുമാനം. ഇതിനായി ഓൺലൈൻ വഴി മൂർച്ചയുള്ള ഒരു കത്തിയും വാങ്ങി. അതും ഒരു കുപ്പിയിൽ പെട്രോളും മറ്റൊരു കുപ്പിയിൽ വിഷവും കരുതിയാണ് ഇയാൾ വെളുപ്പിന് നീതുവിന്റെ വീട്ടിലെത്തിയത്. വീട്ടിൽ കയറിയ ശേഷം ഇരുവരും ഏറെ നേരം സംസാരിച്ചു. നിതീഷിന്റെ തെറ്റിദ്ധാരണ നീതു മാറ്റുകയും ചെയ്തു. എന്നാൽ പുലർച്ചെ 6:30 വന്ന വഴിയെ തിരിച്ചു പോകാൻ ഒരുങ്ങിയ നിതീഷ് വാതിൽക്കൽ നീതുവിന്റെ മുത്തശ്ശി നിൽക്കുന്നതിനാൽ മുറിയിലേക്ക് തന്നെ തിരിച്ചെത്തി. ഈ സമയം നീതു ബാത്റൂമിൽ പോയിരുന്നു. മുറിയിൽ കണ്ട മൊബൈൽ പരിശോധിച്ചതിൽ നിന്നും നീതു തലേരാത്രി മണിക്കൂറുകളോളം ഒരാളുമായി ചാറ്റ് ചെയ്തിരുന്നത് കണ്ടെത്തിയതോടെ നിതീഷിന്റെ ഭാവം മാറി. തിരിച്ചെത്തിയ നീതുവിനെ തുടർന്നായിരുന്നു ആക്രമിച്ചത്. തിരുവല്ലയിലെ യുവാവ് യുവതിയെ വഴിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ സംഭവമാണ് നിതീഷിനെ ഇത്തരം ഒരു ക്രൂരകൃത്യം ചെയ്യാൻ പ്രേരണയായത്. ഈ കൊലപാതകത്തിന്റെ പത്രവാർത്തകളും ഫോട്ടോകളും മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരുന്നതായാണ് സൂചന. നീതു മറ്റൊരാളുമായി അടുത്തതിലുള്ള പ്രതികാരമാണ് കൊലപാതകമെന്നാണ് പ്രതിയുടെ മൊഴി. പോലീസ് കേസും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. വിവാഹകാര്യം സംസാരിച്ചെങ്കിലും നീതുവിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ലെന്ന് നിതീഷ് പറയുന്നു. ഇതിനിടെയാണ് ഇരുവരും അകന്നത്. ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്. രാജ് റെസിഡൻസി വടക്കേ മലബാറിലെ ഏറ്റവും വലുതും അത്യാധുനിക സൗകര്യങ്ങളോടും കൂടിയ 4 സ്റ്റാർ ഹോട്ടൽ. ക്ലാസി, എലഗന്റ് സ്വീറ്റ് റൂമുകൾ, എൻഗേജ്മെന്റ് ഹാൾ, ബോർഡ് മീറ്റിംഗ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം കൂടാതെ കോംപ്ലിമെന്ററി ഹെൽത്ത് ക്ലബ്. രുചിയുടെ വൈവിധ്യങ്ങളുമായി കോണ്ടിനെന്റൽ, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, തന്തൂരി ആൻഡ് ചൈനീസ്, ഫാമിലി എക്സ്ക്ലൂസീവ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് തുടങ്ങി നിരവധി സൗകര്യങ്ങളോട് കൂടി കാഞ്ഞങ്ങാട് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം. രാജ് റെസിഡൻസി നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, അലാമിപ്പള്ളി, കാഞ്ഞങ്ങാട്. ഫോൺ 0467 220 8444. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കിട്ടാൻ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.